അളിയാ അളിയാ ഞാനിങ്ങ് നാട്ടിലെത്തി. എടാ എത്ര നാളാടാ കണ്ടിട്ട്. എടാ ഇങ്ങനെ വാ. എടാ സാധനം എടുത്തു വെച്ചോണ്ടിരിക്കുക. ആ അളിയാ നീ പോന്ന വരെ നിന്റെ ചെലവ് കേട്ടോ. അതത്രേ ഉള്ളൂ. അതൊന്നും സാരമുള്ള. എടാ ഞാനേ ഇനി തിരിച്ച് പോകണമെന്നാണ് വിചാരിക്കുന്നത്. എടാ ആ കഷ്ടപ്പാടാ. ഇവിടുത്തെ എന്തെങ്കിലും ബിസിനസ് ഒക്കെ തുടങ്ങി സെറ്റിലായെന്ന് വിചാരിക്കേ. അങ്ങനെ നീ അമ്പറ്റുന്നൊന്നും പറയല്ലേ. നീ അവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കൂടിയ സാധനം ഇടയ്ക്ക് അടിക്കാൻ പറ്റും. നീ ചുമ്മാ ഷോ അടിക്കാതെ ഇതും കൂടെ അടിച്ചു അടിക്കട. ഡാളിയാ എടാ ഒരു 30,000 ഉണ്ടോടാ മറയ്ക്കാനായിട്ട്. എനിക്ക് വീട്ടിൽ ചെന്നില്ല. അല്ല നിന്റെ ഇല്ലെങ്കിൽ കുഴപ്പമില്ലടാ. ഞാൻ അത്യാവശ്യം വന്നു, അതുകൊണ്ട് പിന്നെ ആരുടെ ചോന്നു. അല്ലടാ സാരമല്ല. 30,000 റോൾ ചെയ്യാം. അത് മതിരാ. നീ ആടാളിയാ ശരിക്കുള്ള കൂട്ടുകാരൻ. ആ ഹലോ പറയടാ. എവിടെയാടാ? ഞാനിവിടെ ചെങ്ങളത്തവ അമ്പലത്തിലടാ. ആ എന്താടാ ഇപ്പം വീട്ടിലോട്ടൊന്നും കാണാത്തെ? എടാ ഇവിടെ നവരാത്രിയുടെ തിരക്കായിരുന്നേ. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്ത അതാ. ഞാൻ വിളിക്കാടാ. ഞാൻ ഇവിടെ കുറച്ച് തിരക്ക് കേട്ടാ. ആ ഓക്കേടാ ഓക്കെ. ആ പറയടാ. ആ സുബീഷേ നീ എവിടെയാടാ? ഞാൻ കോട്ടയത്തടാ. കുറച്ച് മണിയായിരുന്നു. ഞാൻ ജെറിനെ വിളിച്ചായിരുന്നടാ. അപ്പം അമ്പലത്തിൽ എന്തോ പരിപാടിയായിട്ട് ആ നിൽക്കുക. ജെറിനുണ്ടോ പറഞ്ഞടാ. അവനെന്തോ തിരക്കാ. നീ എന്നെ വിളിച്ചേ? ഇല്ലടാ ഇപ്പം നിങ്ങളൊന്നും ഇങ്ങോട്ട് വീട്ടിലോട്ടൊന്നും കാണാറില്ല, അതുകൊണ്ട് വിളിച്ചാ. എടാ ഞാൻ പറഞ്ഞില്ലടാ കുറച്ച് പണിയാടാ അതാടാ. എടാ ഞാൻ വൈകിട്ട് വിളിച്ചാൽ മതിയോ? ആ മതിടാ, വിളിച്ചാൽ മതി. ആ ശരി ശരി. ആരാ വിളിച്ചേ? അവൻ അവിടെ വരാൻ പറഞ്ഞിട്ടുണ്ടാവൂലേ? എന്താ വിളിച്ചാ? എന്നെ വിളിച്ചായിരുന്നു. ഇല്ല പൈസ ഇല്ലാതെ അവൻ്റെ വീട്ടിൽ ഇവിടെ എന്ത് കാര്യം? ദുബായിൽ നിന്ന് പറഞ്ഞ പൈസ ഒക്കെ കഴിഞ്ഞു. കുപ്പിയിൽ ഉണ്ടായിരുന്ന പോയിരുന്നു. കഴിഞ്ഞിട്ടുണ്ടാവും അവിടെ. ഇനിയിപ്പോൾ അവൻ അടുത്തോട്ടം പോയിട്ട് വരട്ടെ. പോവാം.